നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ജോള്. 2/3/2026 തിങ്കളാഴ്ച വൈകിട്ട് റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില മാറ്റമില്ലാതെ തുടരുകയാണ്. അതേസമയം സ്വർണ്ണവില ഇടിഞ്ഞു. ഒരു ഗ്രാമിൻ്റെ മുകളിൽ നിന്ന് 235 രൂപ, ഒരു പവൻ്റെ മുകളിൽ 1880 രൂപയാണ് ഇന്ന് വൈകിട്ടത്തെ സ്വർണ്ണവിലയിൽ കുറഞ്ഞ. 22 ക്യാരറ്റ് രൂപ 15,630, ഒരു പവന് 1,25,040. അതുപോലെ 24 ക്യാരറ്റ് രൂപ 17,051, ഒരു പവന് 1,36,408. അതുപോലെ 18 ക്യാരറ്റ് രൂപ 12,788, ഒരു പവന് 1,02,304. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. അതേസമയം റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 221, RSS 5 കിലോ 216, ISNR 20 198, ലാറ്റക്സ് 60% DLCL 150 രൂപ 5 പൈസയാണ്. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. ഈ കൊച്ചു വില നോക്കുമ്പോൾ RSS 4 കിലോ 221, RSS 5 കിലോ 216. ഇതാണ് വൈകിട്ടത്തെ കൊച്ചി വില. ഇനി ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DLCL ഒട്ടുപാൽ കിലോ 147, 60% DLCL ഒട്ടുപാൽ കിലോ 110 രൂപ 25 പൈസ. ഇനി അകർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 210, RSS 5 കിലോ 207. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 234 രൂപ 55 പൈസ, RSS 5 കിലോ 234 രൂപ 11 പൈസ. ഇതാണ് ഇന്ന് വൈകിട്ടത്തെ റബ്ബർ വില. ഈ മാർച്ച് 2026 റേഷൻ വിഹിതം നമുക്ക് നോക്കാം. പിങ്ക് കാർഡിന് 4 കിലോഗ്രാം അരിയും 1 കിലോഗ്രാം വീതം ഗോതമ്പ് ലഭിക്കും ഓരോ അംഗത്തിന്. ഗോതമ്പിൻ്റെ അളവ് കുറയ്ക്കണമെങ്കിൽ 4 കിലോഗ്രാം വരെ ആട്ട ലഭ്യമാകും. കിലോയ്ക്ക് 9 രൂപ നിരക്കിലാണിത്. മഞ്ഞക്കാർഡുകാർക്ക് 30 കിലോ അരിയും 2 കിലോഗ്രാം ഗോതമ്പ് സൗജന്യമായി ലഭിക്കും. 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ഈ മഞ്ഞക്കാർഡുകാർക്ക്. 1 കിലോ പഞ്ചസാര 27 നിരക്കിലും ലഭ്യമാകും. ബ്രൗൺ കാർഡ് ഒഴികെ എല്ലാ കാർഡുകാർക്കും 1 ലിറ്റർ മണ്ണെണ്ണയും നൽകും. വൈദ്യുതീകരിക്കാത്ത വീടുകളിലെ കാർഡ് ഉടമകൾക്ക് 4 ലിറ്റർ മണ്ണെണ്ണ ലഭ്യത അനുസരിച്ച് വിതരണം ചെയ്യും. കൂടാതെ മാർച്ച് മാസത്തിലെ വെള്ള കാർഡുകാർക്ക് റേഷൻ കട വഴി 6 കിലോഗ്രാം അരിയും 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുന്നത്. ലഭ്യതയനുസരിച്ച് കിലോഗ്രാമിന് 17 രൂപ നിരക്കിൽ 4 കിലോഗ്രാം വരെ ആട്ടയും ലഭിക്കും. നീലക്കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോഗ്രാം അരി വീതം ലഭിക്കും. അധികമായി 2 കിലോഗ്രാം അരിയും കിട്ടും. 10.90 രൂപ നിരക്കിലാണിത്. 4 കിലോഗ്രാം വരെ ആട്ടയും ലഭിക്കും. വേഗമാവട്ടെ, റേഷൻ കാർഡ് തപ്പി റേഷൻ കടയിലിട്ട് പോവുക. എല്ലാ മാസവും റേഷൻ കടയിൽ പോയി നമ്മുടെ റേഷൻ വിഹിതങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്ക്, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് മറക്കരുത്.